നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തരുന്നത് കളക്ടർ ആയതുകൊണ്ട് എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ തരുന്നതിന് മുമ്പ് എനിക്ക് നീ ആരാണെന്ന് അറിയണം. അത് വേണ്ട. പപ്പി നിന്റെ മകളാണെന്ന സത്യം സത്യഭാമ അറിഞ്ഞാൽ നിന്റെ അനിയത്തി ശ്യാമയുടെ ജീവിതം വെഡിങ് ആനിവേഴ്സറിയോടുകൂടി അവസാനിക്കും. അടുത്ത ആനിവേഴ്സറിക്ക് അവക്ക് ശാരദാമ്മയുടെ അടുക്കള ചായ്പിലിരുന്ന് സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞോണ്ട് കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി അയവിറക്കാം. സത്യഭാമ പറയുന്നതിനപ്പുറം രോഹിത്തിന് മറ്റൊരു വാക്കും ലൈഫും ഇല്ല എന്നുള്ള സത്യം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഇനി നീ തീരുമാനിക്ക, സത്യഭാമ ആ സത്യം അറിയണോ വേണ്ടയോ എന്ന്. സത്യാമ്മ ഇത് അറിയാതിരിക്കാൻ വേണ്ടി നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്ന തുക എത്രയാ? അപ്പോ കളികളെല്ലാം നീ പഠിച്ചു. ആള് സ്ട്രെയിറ്റ് ഫോർവേഡായി. വിചാരിക്കുന്ന നിമിഷം തന്നെ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടായി. സിവിൽ സർവീസ് പരീക്ഷ എഴുതിയതുകൊണ്ട് ഗുണമുണ്ടായി. പട്ടിണി എടുക്കേണ്ടി വരില്ല. തുകയുടെ വലിപ്പം പറഞ്ഞില്ല. 10 ലക്ഷം രൂപ, 10 lakhs. അതും അഡ്വാൻസ് ആയിട്ട്. ഇത് കാശിന് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. എന്റെ കയ്യിലുള്ള ബോംബിന് എത്ര മൂല്യമുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കണ്ടേ? വിത്തിൻ an hour, 1 മണിക്കൂറിനുള്ളിൽ പണം എന്റെ കൈ കിട്ടണം. സ്ഥലം ഗാന്ധി സ്ക്വയർ. പണത്തിന്റെ ഇടപാടല്ലേ, അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ സമക്ഷത്ത് തന്നെ ആവട്ടെ ഡീലിംഗ്. ഓക്കെ. പിന്നെ ആദ്യമിടുക്ക് കാണിക്കരുത്. കളക്ടറുടെ പവർ കാണിക്കാനായിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് നീ കാണിച്ച അറിയാലോ, മുടപ്പിറന്നവളുടെ ഭാവി കോഞ്ഞാട്ടയാവും. ഇല്ല, പക്ഷേ പണം വാങ്ങിയിട്ട് തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം കാണിക്കരുത്. ആ, അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. എങ്കിൽ പണമായിട്ട് ഞാൻ വന്നിരിക്കും. ഹലോ മാഡം. ആ, അനു, ഒരു 10 ലക്ഷം രൂപ ഒരാൾക്ക് കൈമാറാനുണ്ട്. കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. ഓക്കെ മാഡം, ഐ വിൽ മാനേജ് ഇറ്റ്. അമ്മേ, അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി 14-നാണല്ലേ? ഇതാര് പറഞ്ഞു? ശരിയല്ലേ? ശരിയാണ്, പക്ഷെ മോൾ എങ്ങനെ ഇതറിഞ്ഞു? എന്നോട് അച്ഛൻ പറഞ്ഞു. അച്ഛനോ? അതെ, എന്റെ അച്ഛൻ തന്നെ. ഡേറ്റ് കൃത്യല്ലേ? അപ്പൊ പിന്നെ അച്ഛൻ പറയുന്ന എല്ലാം സത്യമാണല്ലോ. മോള് ഫോണും തന്നെ നോക്കട്ടെ. നമ്പർ ഇല്ല, അച്ഛനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഇനി അച്ഛൻ വിളിക്കുമ്പോ മോൾ അമ്മയ്ക്ക് തരണേ. എന്തിനാ? എന്നിങ്ങനെ വിളിക്കുന്നതിന് വഴക്ക് പറയാനാണോ? അമ്മയ്ക്ക് സംസാരിക്കാനാ. കുറച്ച് കാര്യങ്ങള് അമ്മയ്ക്കും ചോദിക്കാനുണ്ട്. ശരി, പക്ഷെ അച്ഛനെ വഴക്ക് പറയരുത്. ഇല്ല, വഴക്ക് പറയില്ല. എങ്കിൽ ഞാൻ അച്ഛനോടും സംസാരിച്ചു നോക്കട്ടെ. അച്ഛൻ സമ്മതിച്ചാ ഞാൻ അമ്മയ്ക്ക് തരാം. ഇതാരുടെ മാലയാ? അച്ഛന്റെ അല്ലേ? അച്ഛൻ വരുമ്പോ നമുക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. ഉമ്മ. ദാ വരുന്നു, ഇപ്പൊ വരാവേ. എന്നാ അമ്മേ.
പറയും മാഡം. ഞാനൊരു നമ്പർ തരാം. അതിൽ വരുന്ന കോളിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയണം. ഓക്കെ മാഡം, ഡീറ്റെയിൽസ് അയച്ചോളൂ. ഉടനെ തന്നെ വേണ്ടത് ചെയ്തോളാം. ശരി. ഇനി വരുന്ന ഓരോ കോൾസും ചെക്ക് ചെയ്യണം. ഓക്കെ മാഡം. ആരാണെങ്കിലും വെളിച്ചത്ത് വന്നേ വെക്കൂ. ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് ഒഴുക്കിയ കാശിന് കൈയും കണക്കുമില്ല. അത് കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കണ്ടേ? ഇനിയുള്ള ശാലിനിക്കെതിരെയുള്ള കളികൾക്ക് അവളെ കൊണ്ട് തന്നെ, അവളുടെ പണം ഉപയോഗിച്ച് തന്നെ പണി കൊടുക്കണം. വരുന്നുണ്ട്. നീ ഇനി മുതൽ എന്റെ വിരൽത്തുമ്പിലെ കളിപ്പാവയാ ശാലിനി. ഞാൻ ഈ രഹസ്യം വെച്ച് നിന്നെ മാക്സിമം ഊറ്റി ഒടുവിൽ ചണ്ടി പോലെ വലിച്ചെറിയും. ഒരു കളക്ടർ വന്നേക്കുന്നു. ഇന്ന് നീ എനിക്ക് 10 ലക്ഷം തന്നാ നാളെ നീ എനിക്ക് 20 തരും. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീ കൊണ്ടുവന്ന് തരും. ആ അവസ്ഥയിലാക്കും ഞാൻ നിന്നെ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. തരുന്നത് കളക്ടർ ആയതുകൊണ്ട് എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ തരുന്നതിന് മുമ്പ് എനിക്ക് നീ ആരാണെന്ന് അറിയണം. അത് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.